നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 11 വ്യാഴാഴ്ചയാണ്. ഇന്നലത്തെ മാർക്കറ്റ് ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇടിയുകയുണ്ടായി. കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത് മിഡ് ക്യാപ്പ് ആയിരുന്നു. 1% മുകളിൽ ഇടിഞ്ഞു. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ളത് സിൽവർ ആണ്. ഈ വർഷം ഇതുവരെ ഉയർന്നത് ഏകദേശം 114%. സ്വർണത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ളതും ഇപ്പോൾ സിൽവർ തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആദ്യത്തെ വാർത്തയിലേക്കാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB ഇന്ത്യയുടെ 2026 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ പ്രവചനം 7.2% ഉയർത്തി. ഈ കഴിഞ്ഞ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ, അതായത് Q2-ൽ സാമ്പത്തിക പ്രകടനം നല്ല മെച്ചപ്പെട്ട നിലയിലാണ് നടന്നത്. സമീപകാല നികുതി ഇളവുകൾ കാരണം ഉപഭോഗത്തിൽ വർധനവുണ്ടായി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ശക്തമായിട്ടുള്ള ആക്കം തുടരുന്നതായി ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു മൈക്രോസോഫ്റ്റിന്റെ ഇന്ത്യയിലെ $17.5 ബില്യൺ നിക്ഷേപം. ഇന്നും വലിയൊരു നിക്ഷേപത്തിന്റെ വാർത്ത തന്നെയാണ് പറയാനുള്ളത്. ആമസോൺ ഇന്ത്യയിൽ $35 ബില്യൺ നിക്ഷേപം നടത്തുന്നു. 2030 ആകുമ്പോഴേക്കും ആമസോൺ ഇന്ത്യയിൽ $35 ബില്യൺ നിക്ഷേപിക്കും. $35 ബില്യൺ എന്നാൽ ഏകദേശം 3500 കോടി രൂപയാണ് വരിക. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ AI അധിഷ്ഠിത ഡിജിറ്റലൈസേഷൻ, കയറ്റുമതി വളർച്ച, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഫോക്കസിൽ വരുന്ന കാര്യങ്ങളായി വരുന്നത്. 2010 മുതൽ ഇതിനകം നിക്ഷേപിച്ച $40 ബില്യൺ ഇത് കൂട്ടിച്ചേർക്കുന്നു. 2030 ആകുമ്പോഴേക്കും ആകെ $75 ബില്യൺ എത്തും. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി $80 ബില്യൺ ഉയർത്തുക എന്നതാണ് മറ്റൊരു ലക്ഷ്യമായി വരുന്നത്. ഇനി ഈ ഒരു വലിയ വാർത്ത കാരണം ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, HCL ടെക്നോളജീസ്, ടെക് മഹീന്ദ്ര, LTI മൈൻട്രി, പേഴ്സിസ്റ്റന്റ് സിസ്റ്റം തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തയിലേക്കാണ്. ഇന്ത്യയിലെ സമ്പന്നരിൽ 1% പേർ ഇന്ത്യയുടെ മൊത്തം സമ്പത്തിന്റെ 40% കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തയിലേക്കാണ്. ഏറ്റവും സമ്പന്നരായ 10% പേർ സമ്പത്തിന്റെ 65% കൈവശം വയ്ക്കുന്നു. ലോകത്തിലെ ഏറ്റവും അസമത്വമുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നു. മുകളിൽ 10% പേർ ദേശീയ വരുമാനത്തിന്റെ 58% സമ്പാദിക്കുന്നു. ഇനി സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിനെ കുറിച്ച് പറയുന്നത് ഒരു ദശാബ്ദത്തിനിടയിലും മാറ്റമില്ലാതെ 15.7% തുടരുന്നു. ആഗോളതലത്തിൽ ഏറ്റവും താഴ്ന്ന ഒന്നാണിത്. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റ്. ബുധനാഴ്ച വാൾസ്ട്രീറ്റ് ഉയർന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഫെഡറൽ റിസർവിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഇന്നലെ അവസാനിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ട് ഉണ്ടായി. ഫെഡ് ഇപ്പോൾ കൂടുതൽ ഇളവുകൾ താൽക്കാലികമായി നിർത്തുമെന്ന് പറഞ്ഞെങ്കിലും കൂടുതൽ നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകും എന്ന് നിക്ഷേപകർ പ്രതീക്ഷിച്ചതാണ് ഇപ്പോൾ ഇന്നലെ വിപണി ഉയരാൻ കാരണമായത്. 2026 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ പ്രവചനം 2.3% ഉയർത്തി. മുൻപ് അത് 1.8% അടുത്ത വർഷം അവസാനത്തോടെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം 4.4% എന്നും അവർ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ S&P 500 സെക്ടറുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇൻഡസ്ട്രിയൽ ആയിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ഇൻഫോസിസ് 1.8% നേട്ടത്തിലും വിപ്രോ 1% നേട്ടത്തിലും, ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.71% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.25% ഉയർന്നു. ഇനി യൂറോപ്യൻ വിപണികൾ വീണ്ടും മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ വിപണികൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.07% നേട്ടത്തിലാണ്. കൂടാതെ കോസ്പി മാർക്കറ്റ് 0.64% നേട്ടത്തിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 25,966 132 പോയിന്റ്സ് ഉയർന്നാണ്. അതായത് ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 110 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ നിലവെച്ച് സാധ്യത കാണുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോഴിത് 55% ഡിസ്കൗണ്ടോട് കൂടി 1299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ടാറ്റ സ്റ്റീൽ. തങ്ങളുടെ ദീർഘകാല ഉൽപ്പന്ന ബിസിനസ് വളർത്തുന്നതിനായി ടാറ്റ സ്റ്റീൽ നീലാച്ചൽ ഇസ്പാറ്റിൽ ശേഷി 4.8 MTPA വർദ്ധിപ്പിക്കും.
മഹാരാഷ്ട്രയിലെ താരാപൂരിൽ 0.7 MTPAയുടെ പുതിയ സ്റ്റീൽ പ്രോസസ്സിംഗ് ലൈൻ സ്ഥാപിക്കും. കൂടാതെ ത്രിവേണി പെല്ലറ്റുകളുടെ 50% ഓഹരികൾ ടാറ്റ സ്റ്റീൽ 636 കോടി രൂപയ്ക്ക് വാങ്ങും എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ലോയിഡ് മെറ്റൽ ആൻഡ് എനർജിയാണ്. അതിൻ്റെ അനുബന്ധ സ്ഥാപനം നെക്സസ് ഹോൾഡിങ്ങിലെ 50% ഓഹരികൾ $55 മില്യൺ വാങ്ങും. മറ്റൊരു കമ്പനി അശോക ബിൽഡ്കോൺ ആണ്. മിഥി നദി വികസിപ്പിക്കുന്നതിനും വൃത്തിയാക്കുന്നതിനുമായി അദാനി, അശോക, അക്ഷയ ജോയിന്റ് വെഞ്ചറുകൾ BMCയിൽ നിന്ന് 1815.79 കോടി രൂപയുടെ പുതിയ ഒരു കരാർ നേടി. അടുത്ത് പൂർവാങ്കര എന്ന സ്റ്റോക്കാണ്. വൺ ബാംഗ്ലൂരുവിൽ ലക്ഷറി പ്രൊജക്റ്റുകൾ 1ാം ഘട്ടം നിർമ്മിക്കുന്നതിനായി അതിൻ്റെ അനുബന്ധ സ്ഥാപനത്തിന് 509.52 കോടി രൂപയുടെ ഒരു കരാർ ലഭിച്ചു. അടുത്ത് പെട്രോനെറ്റ് LNG എന്ന കമ്പനിയാണ്. SBIയിൽ നിന്നും ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും പെട്രോനെറ്റ് 12,000 രൂപ വായ്പ എടുത്തിട്ടുണ്ട്. ദഹേജിൽ ഒരു പെട്രോ കെമിക്കൽ പ്രൊജക്റ്റ് സ്ഥാപിക്കുന്നതിനാണ് ഈ പണം ഉപയോഗിക്കുക. അടുത്ത് അദാനി എൻ്റർപ്രൈസ് എന്ന കമ്പനിയാണ്. കമ്പനി 24,930 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ വിൽപ്പന വിജയകരമായി പൂർത്തീകരിച്ചു. അടുത്ത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. LICക്ക് ഒരു ടാക്സ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. GST വകുപ്പിൽ നിന്നും 2,370.34 കോടി രൂപയുടെ ഒരു ഓർഡറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബന്ധൻ ബാങ്ക്, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 1,651 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 3,752 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. DIS ശക്തമായിട്ടുള്ള ബൈയിങ്ങിൽ തന്നെയാണ് എന്നാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 25,800 താഴെയായി 25,758 82 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ നമ്മൾ കുറച്ച് ദിവസം മുൻപ് തന്നെ പറഞ്ഞതാണ്, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആകുന്നുണ്ട്. അതിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. കൃത്യമായി തന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹാങ്ങിങ് മാനിന് സമാനമായ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഫോം ആയിരുന്നത്. അത് ഇന്നലെ തന്നെ അതിന് താഴെയായിട്ട് ഒരു ഡെയിലി ക്ലോസിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബിയറിഷ് സിഗ്നൽ ആണ് എന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴിതാ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സോണിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. കൂടാതെ നമ്മൾ പറഞ്ഞ ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൂടാതെ ഈ ആഴ്ചത്തെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ബിയറിഷ് ക്യാൻഡിലായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 2-3 ദിവസം കൂടി ബാക്കിയുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ റിയാക്ഷൻ എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,800-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,700-ഉമാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 58,960-ൽ 262 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ആഴ്ച ഫോം ആയിരിക്കുന്നത് ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ തന്നെയാണ്. പക്ഷേ ആ ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് ഒരു ക്ലോസിംഗ് ഇതുവരെയും വെച്ചിട്ടില്ല. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയും ഇപ്പോൾ 20-ഡേ EMIക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 58,599 അപ്സൈഡിലേക്ക് വന്നാൽ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അടുത്തതായി മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,500-ഉമാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.